गाइस अब सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए 2018 मूवी के सीन 2 का रिएक्शन। और लास्ट सीन में हमने देखा किस तरीके से वो पूरी तरीके से वो फिशरमैन जो है वो ट्रैप्ड हो चुके हैं। अब क्या वो बाहर आएंगे नहीं आएंगे, वो किसी तरीके से वो बड़ी शिप से बच पाए हैं, बट क्या अब वो जिस तरीके की मतलब तूफान आया हुआ है वहाँ पे समुद्र में, क्या उससे बच पाएंगे कि नहीं, देखना होगा। सच में यार मेरे को तो उनकी फैमिलीज का और है, क्योंकि उनकी फैमिलीज कैसे इंतजार में बैठी है, कोई कांटेक्ट नहीं, कुछ भी नहीं, अब पता नहीं कैसे लौटेंगे। तो देखते हैं फिर क्या होगा। तो आप भी देखो, मिलते हैं, लेट्स स्टार्ट। अलुआ बारिश रुक ही नहीं रही। पूरी मूवी में लगता है बारिश ही देखने वाले हैं हम। സതീഷേട്ടാ ഹലോ ഒരു മിനിറ്റ് ഉപ്പച്ചേട്ടൻ 2-3 പാന്റ് ഷർട്ട് എടുത്തേക്കണം, പിന്നെ ചാർജറും, പിന്നെ നീ വേഗം റെഡിയാവുക, ഞാനിപ്പോ തന്നെ വൈകി. സതീഷേട്ടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. കോർട്ടോട് വന്ന സ്ഥിതിക്ക് സമരപന്തലിൽ നിന്ന് പൊളിച്ചില്ലെങ്കിൽ പോലീസുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ കുത്തിയിരുന്നോ? അതിനിപ്പോ ഞാൻ എന്ത് വേണം? സതീഷേട്ടാ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഔപ്പ ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ചാനലുകാർക്ക് TRP കിട്ടാൻ വേണ്ടി നമ്മുടെ വാർത്ത കൊടുക്കും, വേറെ കിട്ടുമ്പോ അവർ അതിന്റെ പുറകെ പോകും. ഇനി ഞാൻ പറഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റിയ ഉഷിറുള്ള ആമ്പിള്ളേരുണ്ട് അവിടെ, അല്ലാതെ ഇവരെ പോലെ സത്യാഗ്രഹം എന്ന് പറഞ്ഞ് കുത്തിയിരുന്നിട്ട് എന്താ കാര്യം? ബോംബുണ്ടാക്കാൻ പറ്റിയ നിങ്ങൾ കൂടെ നീ വരുന്നുണ്ടോ? പറഞ്ഞ കാര്യം ചെയ്യേയില്ല. നീ നടന്നു വന്നാ മതി, ഞാൻ പോവാ. ഞാൻ അമലിന്റെ കൂടെ വല്ലതും വന്നോളാം. ഇത്തവണ പോവാ നോക്കി. ഇന്നലെ കണ്ടില്ലല്ലോ, നേരത്തെ ഇറങ്ങിയോ? ആ 2 ദിവസമായിട്ട് ഹെവി വർക്കായിരുന്നു, ഇറങ്ങാൻ പറ്റിയില്ല. ചാനൽ ഓഫീസിൽ വിടുന്ന ഒരുപാട് ദൂരമൊന്നുമല്ലല്ലോ. അവിടെ ഇപ്പൊ ചാനലിന്റെ ചീഫല്ലേ, അതിന്റെയൊക്കെ തിരക്കാ. പിന്നെ ഇപ്പൊ 2-3 ദിവസമായിട്ട് എന്തൊരു മഴയാ. മോളെ ഉപ്പ ഒന്ന് വീട് വരെ പോയിട്ട് നിന്റെ ആങ്ങളെ നോക്കിയത് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. 2 ദിവസമായില്ലേ, ഉപ്പ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വേഗം വരാം. അയ്യോ ഉപ്പ, എനിക്കിപ്പോ ഇറങ്ങണം. ഉപ്പയുടെ ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന ദിവസമല്ലേ, മാക്സിമം നേരത്തെ പോയാണ് റിപ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ തന്നെ കുറെ ചാനലുകാർ അവിടെ വന്നതാണ്. എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് ആരെയും ഏൽപ്പിക്കാനും പറ്റില്ല. ഹൈ കോമ്പറ്റീഷനുള്ള ഫീൽഡല്ലേ, മോള് പോയിക്കോ. ശരി, ഫ്രീ ആവുമ്പോ ഞാൻ വരാം അമ്മ. इनको अपने घर वालों के लिए थोड़ा ज्यादा टाइम निकालना चाहिए. നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി ഡാം എന്ന് After 26 years. നമുക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് ഏകദേശം 11 മണിയോട് കൂടി August 9, 2018. അതിന് തൊട്ട് പിന്നാലെ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഷട്ടറുകൾ തുറക്കുന്നതായിരിക്കും. വേണ്ട മുന്നറിയിപ്പുകൾ എല്ലാം എടുത്തിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. ഈ ഡാം But after 26 years the dam സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകളെ പോലീസ് മാറ്റി കഴിഞ്ഞു. ഈ ഒരു കാഴ്ച കാണാൻ ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ തടിച്ചുകൊണ്ടിരിക്കുന്നത്. നിമിഷങ്ങൾക്കകം തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2 weeks before. रियलिटी होने वाली है ये। മോൾക്ക് നിനക്ക് ഇത് പോയിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, ഒരു പാക്കറ്റ് എക്ലേഴ്സ്. Wow. എത്രയായി? ശരിക്കും 200 രൂപയാണ്, പക്ഷെ 20 രൂപ ഓഫ് ഉണ്ട്. 180 തന്നാണ്. ശരി. Aha. ആരാണെന്ന് അറിഞ്ഞൂടാ, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ കാണാൻ കൊള്ളാം. നിന്നെ അന്വേഷിച്ച് ഡൽഹിയിൽ നിന്ന് വന്നതാണോ? हाँ बात तो सही है. हाँ टीचर है, वही क्लास बांटेंगी सब में. ഇതാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ, മഞ്ജു ടീച്ചർ. ഇനി മുതൽ ഈ ടീച്ചറാണ് മാത്സ് ക്ലാസ് എടുക്കുക, മനസ്സിലായില്ലേ? ടീച്ചർ ഐശ്വര്യ തുടങ്ങിക്കോ. ये होता है बेस्ट होता है जब न्यू इंट्रोडक्शन होता है ना. ओ നല്ല ഐശ്വര്യം. ടീച്ചർ ഇത് കാര്യാക്കണ്ട, കുറച്ച് നാളായി മാറ്റണമെന്ന് പറയണോ.
പറ്റിയ ഒരാളുണ്ട്, ഞാൻ ഇപ്പൊ വരാം. कितना एस्थेटिक लाइट आ रही है. अरे यही आ गए बनाने के लिए. അതിപ്പോ ആരെങ്കിലൊക്കെ ആക്കണ്ടേ? മോന്റെ വീട് ഇവിടെ അടുത്താണോ? ടീച്ചർ ഇതിനു മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്നു. അവിടെ ഇപ്പൊ സ്കൂളില്ല. അവിടെ ഡൽഹി. സ്കൂളിൽ ഞാൻ വേറെ പ്രൊഫഷനായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ടീച്ചർ നാട്ടിലേക്ക് വന്നതാ. ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവും മക്കളൊക്കെ ഉണ്ട്. पर ये तुम्हारी वाली नहीं है, ये टीचर ही है. ഇതാ പോപ്പായി ലേറ്റ് ആയേ. പാപ്പായ്. നിന്റെ അപ്പനാത്തുന്ന അപ്പൻ പുറത്തു പോയി അപ്പന്റെ കൂടെ. ഓ നല്ല കിളിവീരാണല്ലോ. അയലേതാ കിളിമീൻ ഏതാന്ന് അറിയാൻ പാടില്ലേടാ. നീ തുറക്കാരനാന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. അതെ, എനിക്കും അതെ. എനിക്ക് അങ്ങനെ പറയാൻ നാണക്കേടാ. അതുകൊണ്ടാണല്ലോ ഞാൻ നല്ല മോഡലാണെന്ന് പറയുന്നത്. मॉडल. മോഡൽ. പിന്നെ മീൻ കണ്ട പേര് പറയുന്നത് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കഴിച്ച രുചി ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അല്ല അതിന് നിനക്ക് മീൻ്റെ മണം ഇഷ്ടമല്ലല്ലോ. ശരി. ये तो वही है जो हमने देखे थे उसमें. കണ്ടിട്ട് ഒരു സുഖമാണോ? ദേ അപ്പ ഒരു വരെ ആക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടല്ലോ പോയത് എനിക്ക് പരസ്യത്തിന് ഷൂട്ടിംഗ് ഉണ്ടെന്ന്. Ad എന്ത് പരസ്യമാണ്? വല്ല ജെട്ടി അതൊരു പരസ്യമായിരിക്കും. ओ നിങ്ങൾ പിടിക്കണ മീൻ പോലെ നല്ല ഫ്രഷ് കോമഡി. ചിരിക്കും മുത്തേ. ഒളിയിൽ കയറി കളിക്കല്ലേ. ഒന്ന് മതിയാക്കണം. ടീന മോളെ, നിന്നോട് എത്ര നാൾ പറഞ്ഞിട്ടുണ്ട് ചോറ് കഴിക്കുമ്പോൾ ടി വി കാണരുത്? ये हर माँ बाप यही करते हैं. अच्छा वो खुद देख रहे हैं. ये क्या? चीटिंग है ये. मुझे भी बोरिंग लगता था, अभी न्यूज़ इंटरेस्टिंग लगती है. പാത്രം നാളെ കൊണ്ടുവന്നാ മതി. അപ്പ അപ്പൻ എന്റെ ഒരു സ്ഥലം വരെ വന്നു. Why? അരുവിക്കുളമല്ലേ ചാണ്ടിയുടെ വീട്ടില്? അറിയാവേ. അപ്പൊ കുറച്ചുകൂടെ ചോറ് എടുക്കട്ടെ? വേണ്ട മോളെ. इन्होंने बता दिया. അത് ഈ പണ്ടെന്നെ കോതമംഗലത്ത് കാണിക്കാൻ കൊണ്ടുപോയില്ലേ? അത് തന്നെ. അപ്പാപ്പൻ എന്തിനാ കോതമംഗലത്തേക്ക് കൊണ്ടുപോയത്? അതുപോലെ ഈ ആമക്കള് വലുതായി ഒരു പരുവായി കഴിയുമ്പോ അവന്മാർക്ക് പേടി വരും. അപ്പൊ അപ്പന്മാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ചിലരൊക്കെ Some കാണിക്കും. people. ചുമ്മാ ഒരു പേരിന് എന്നിട്ട് മോളെ അതേതാ സ്ഥലം? നീ കാർട്ടൂൺ കണ്ടോ? അതാ നല്ലത്. कार्टून देखो. ഓനെന്ത് ചെയ്യണം? ഞാനിങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അറേഞ്ച്മെന്റ് ആൻഡ് കൺട്രോളിംഗ് ഒക്കെ ആയിട്ട് പള്ളി പെരുന്നാൾ ലൈറ്റ് എത്തിക്കൂലേ, അതൊക്കെ തന്നെ. ഇവനെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ലോ പ്രസക്തി. ഇയാളെന്ത് ചെയ്യുന്നു? ഞാൻ മോഡലിംഗ് ചെയ്തു. मॉडलिंग ജീവിക്കാൻ എന്ത് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. फॉर अ लिविंग. सीधा उनके करियर की ऐसी तैसी फेर दी. ബോട്ടുണ്ട്. അടുത്ത് തന്നെ ഒന്നുകൂടി വാങ്ങിക്കും. ഹൗസ് ബോട്ടോ? അല്ല, കടലിൽ പോകുന്ന നല്ല ഒന്നാമതൊരു ഫിഷിംഗ് ബോട്ടാ. ഈ ഹൗസ് ബോട്ടൊക്കെ ചുമ്മാ വെള്ളത്തിൽ കെട്ടിടാനുള്ളതല്ലേ. ഇത് കുതിക്കും, നല്ല മീനും തരും. കാര്യം എന്റെ മോൾക്ക് ഇപ്പൊ കല്യാണപ്രായക്കായി. കൊള്ളാവുന്ന ആലോചനകളും വരുന്നുണ്ട്. ओके. അവൾക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടെന്ന് അവൾ അമ്മയോട് പറഞ്ഞപ്പോ എന്നാ പിന്നെ നോക്കിക്കളയാന്ന് ഞാനും കരുതി. नाइस. പറയുന്നുണ്ടെന്ന് തോന്നരുത്. क्या? കാര്യം സ്വന്തമായി ബോട്ടുണ്ട്, ഫിഷിങ് എന്നൊക്കെ പറയുമെങ്കിലും സംഗതി മീൻപിടുത്തം തന്നെ അല്ലേ? ओ फिशरमैन. भाई इंपॉर्टेंट जॉब होता है. यार. അത് പിന്നെ പോട്ട് ഞാനങ്ങ് വെക്കാം. ओके. പക്ഷെ എന്റെ ബന്ധുക്കൾ അങ്ങനെ കാണണമെന്നില്ലല്ലോ. अरे रिलेटिव. പിന്നെ എന്റെ ഒരു എളിയ അറിവിൽ रिलेटिव्स को थोड़ी शादी ഈ करनी है. കടലോരത്ത് താമസിക്കുന്നവരൊക്കെ കടലിൽ വെള്ളം കയറുമ്പോൾ എല്ലാവരും ഫുൾ ടൈം ക്യാമ്പിലായിരിക്കും. അപ്പോ എന്റെ കൊച്ച് വർഷത്തിൽ 3-4 മാസം ഏതെങ്കിലും സ്കൂളിലോ കോളേജിലുള്ള ക്യാമ്പിലായിരിക്കും. ഇത്രയും സൗകര്യങ്ങളുള്ള വീട്ടിൽ വളർന്നൊരു പെൺകൊച്ചിനെ എങ്ങനെയാണ് ഞാൻ ക്യാമ്പിൽ വിടുക? ഉള്ളത് പറയാലോ, ഞാൻ എൻ്റെ കൊച്ചിനെ തരത്തില്ല. सीधा मना कर ഞാൻ दिया. പറയട്ടെ,
നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ ഞാൻ വലുതും പറഞ്ഞോ, ആദ്യം കയറി കിടക്കാൻ സ്വന്തമായൊരു സ്ഥലം അവൻ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് അവൻ ബാക്കി. पर मतलब बहुत रिस्पेक्टफुली किया है. അപ്പോ കാര്യം മനസ്സിലായല്ലോ. इंसल्ट तो हाँ, नहीं कोई किया इंसल्ट नहीं किया, कुछ नहीं किया, उन्होंने रिस्पेक्टफुली क्लियर बोला. बात करी, बट हाँ ये बोला है कि तुम फिशरमैन हो, थोड़ा सा चुभने वाली बात बोली है. पर वो तो बोलनी पड़ती यार. बट बहुत रिस्पेक्टफुल थे. Congrats to Meera Arvind. ये क्या है? चिट्ठी आती है. ആടാ, നീ ആ പണി നടത്താൻ വേണ്ടി നോക്കോ. അവിടുന്ന് സാധനം തീർന്നു പറഞ്ഞാൽ ശരി പണി നിർത്തിക്കോ. നീ ചെന്ന് നോക്കൂ. ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഞാൻ ഇന്നലെ കൂടെ അങ്ങോട്ട് പോയതാന്നേ. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നോളാം. നീ അവിടെ ചെന്നിട്ട് എന്തായാലും എന്നെ തിരിച്ചു വിളിക്കണേ. അവനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. तलपति विजय का है ചേട്ടാ पोस्टर. അവിടെ ആലപ്പുഴയില് കേരള ജോലിട്ടൊക്കെ പറയണേ. ഇവിടെ മടുത്തേട്ടാ. ഡാടാ, നല്ലൊരു തൊഴിലല്ലേ നിന്റെ വീട്ടിൽ തന്നെ ഉള്ളൂ. പണിക്കാരില്ലെന്നും പറഞ്ഞാണ് നിന്റെ അച്ഛൻ ഈ പെയിന്റിംഗ് പണി ഇങ്ങനെ വലിച്ചു കിട്ടുന്നത്. നിനക്ക് നിന്റെ അച്ഛൻ്റെ കൂടെ കൂടിക്കൂടെ? രാജേട്ടാ ഞാൻ വല്ലതും പറയൂട്ടോ. ചേട്ടൻ വെച്ചോ. ശരി ശരി. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ എത്ര നേരം വിളിക്കുന്നത് അറിയോ? എടാ, പെങ്ങളെ പെണ്ണാണ് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പനത് കൊളാക്കി. ചില സമയത്ത് അപ്പൻ്റെ ഒരു സ്വഭാവം. ഞാനെന്നാ അവിടെ रॉकेट. ऐसे देख रहे थे. मत देखो यार. ഈ പറഞ്ഞ दोस्तों പോലെ को कौन വേഷം മാറി समझाए? എടുത്തിട്ടുണ്ട്. എന്ത്? This guys, इन्हें लग रहा है ये दिल्ली से आके ऐसे आई है. तुम्हारे जॉब पे कोई सवाल उठा देना बहुत बुरा लगता है. वो 2 दिन पहले ये भी मजाक बना रहे थे. അപ്പൊ അത് ചോറ് വിളമ്പിച്ചേക്കൻ, വാ കഴിക്കാം. ബസ് ചേട്ടാ വാ. എനിക്ക് ചോറ് വേണ്ട ഇവിടെ, വയറിനകത്ത് ഗ്യാസ് പോലെ. അത് ശരി, അവിടെ അകത്തൊരാൾക്കും ഗ്യാസാണ്, വേറൊരുത്തിന് തലവേദന. ഇതെന്താണ് ആശുപത്രിയാ? हॉस्पिटल है ये. എന്താണ് ഈ ഇരിക്കുന്നത്? ആ പെങ്കൊച്ചിന്റെ അപ്പം പറഞ്ഞ കേട്ടിട്ടാണോ? ബാസ് ചേട്ടനറിയോ, ഞാൻ ഈ വീട്ടിലോട്ട് കെട്ടിയവന്റെ മുന്നേ ഉണ്ടല്ലോ, ഒരു പടത്തിന് പോലും എന്റെ അപ്പൻ എന്നെ ഒറ്റയ്ക്ക് വിടൂലായിരുന്നു. ഹൈ റേഞ്ച് ആണ്, ബസ് കിട്ടൂല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പനറിയില്ല, ഞാൻ ഈ വീട്ടിലോട്ട് കെട്ടി വന്നതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സ്വാതന്ത്ര്യവും സമാധാനവും സുരക്ഷിതത്വം ഒന്നും 10-20 കൊല്ലം അവിടെ കിടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിന് അപ്പനും മോനും കടലിലോട്ട് പോയി കഴിയുമ്പോ ഈ വീട്ടില് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാ മതി, ഞാൻ കൊച്ചിന്റെ അടുത്തൊന്ന് ഒച്ച എടുത്താൽ മതി, അപ്പൊ വരും അയൽവക്കത്ത് ശാന്തി ചേച്ചി എന്ത് പറ്റി ടീനമോളേന്ന് ചോദിച്ചോണ്ട്. നിങ്ങൾക്കറിയോ, പകലൊന്നും ഈ വീട് ആരും പൂട്ടിയിട്ടല്ലേ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നത്. അതിവിടെ ഒന്നും എടുത്തോണ്ട് പോകാനില്ലാത്തോണ്ടല്ല, ആരും ഒന്നും കൊണ്ടുപോകില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ക്യാമ്പിൽ പോയി കിടക്കണ കാര്യല്ലേ ഇപ്പൊ? അതിപ്പോ അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിച്ചവർക്കല്ലാതെ എന്താന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ ക്യാമ്പിൽ പോയി കിടന്ന എന്താ പ്രശ്നം? എവിടെ കാണും ഈ കൊള്ള പിടിച്ച മഴയത്ത് ഇത്രയും പേര് ഒരുമിച്ച് വന്ന് ഒരു ക്യാമ്പില് ആഹാരമൊക്കെ ഉണ്ടാക്കി ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എന്ത് രസമാണത്. നമുക്കൊക്കെ ഒരു ആവശ്യം വന്നിട്ടുണ്ടല്ലോ, ഓടി വരാൻ ഒരു 100 പേരുണ്ടാവും. അയക്കെന്തെങ്കിലും വന്നു നോക്കട്ടെ, കാണാൻ ആര് വരുമെന്ന്. നേരാണ്, മീൻകാരാണ്, പൈസക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ട്, ഇടയ്ക്ക് കുറച്ച് നാറ്റമൊക്കെ കാണും, പക്ഷെ മനുഷ്യത്വത്തിന് കുറവൊന്നുമില്ല. നീ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് വെറുതെ കൊച്ചും പട്ടിണിക്കിരിക്കുകയാണ്, മര്യാദക്ക് വന്ന് കഴിച്ചോ. ഒരു തലവേദനയും ഗ്യാസും. ആ പെങ്കൊച്ചിനെ നിന്നെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അതിനെ വിളിച്ചിറക്കിക്കൊണ്ട് कॉन्फिडेंस है भाई. भाभी हो तो ऐसी यार. There are fasting committee. അല്ല ഓരപ്പത്തത് കുപ്പിങ് എടുത്ത് തലവേദനക്ക് ഗ്യാസ് വെക്കാൻ ബെസ്റ്റ്. പോയത് നോക്കിയേ. പോപ്പോയ്. हो जाएगा सही यार. नहीं बोल. वाह, उन्होंने सच ही कह रहे थे वो. और ये रिलीफ कैंप्स का तो मेरे को पता ही नहीं था.
कि फिशरमैन को ऐसे रहना पड़ता है। आओ ना। और उन्होंने कितना अच्छे से बोला यार कि मेरे को यहाँ पे जो फ्रीडम मिली है वो मेरे को अपनी घर पे नहीं मिली थी कभी। अलग भाइयों की लड़ाई चलती रहती है। क्या घर है यार। मौसम हर चीज कितना सुंदर था। ओह बनीज। ये लोग हर चीज को बहुत एक्सट्रीम सुंदर बना रहे हैं यार। क्या அவனுக்கு குடிக்கவே தண்ணி இல்ல. ஏய் மெடல் வாட்டர் வாங்கி மூஞ்சி கழுவியா? வேடே என்ன தண்ணி இல்லாத வழி அவனுக்கு எப்பறா தெரியும்? हाँ मुंह धोया इसलिए। भाई पानी की वैल्यू बाजू बाजू के स्टेट्स में यू आर मैरिड। कम ऑन यार लो अपनी लीव लो। ये क्यों एक साइड से शर्ट पहनी हो एक साइड से? അനു ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അനു എന്തിനാ പട്ടാളം വിട്ട് വന്നത്? ഞാൻ വെരിഫിക്കേഷൻ ഓഫീസറൊന്നും അല്ല. ഇന്നലെ മേരി ചേച്ചി അച്ഛൻ്റെ അടുത്ത് അനുവിന്റെ ബയോഡേറ്റ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. बायोडेटा ചേച്ചി बहुत सही है। അതാ ചോദിച്ചത്. और डायरेक्टली पूछने आ गई। പണ്ടോരോ സിനിമയൊക്കെ കണ്ട ആവേശം മൂത്ത് ഞാൻ പട്ടാളത്തിൽ പോയി ചേർന്നതാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒന്നല്ല പട്ടാളം. വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കണം, മുടിഞ്ഞ അധ്വാനം. അതൊക്കെ സഹിച്ച് ഞാൻ അവിടെ നിന്നതാ. പക്ഷെ അപ്പോഴാണ് തൊട്ടപ്പുറത്തെ ക്യാമ്പിൽ രണ്ടുപേര് വെടികൊണ്ട് വരച്ചത്. പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ആ പേടിയോടെ സേഫ് ആയിട്ടിരിക്കുന്ന നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരൊന്നും പട്ടാളത്തിൽ പോയിട്ടില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കവല വരെ വിടുവോ? हो गया इनका भी फिक्स। कितने प्यारे लग रहे हैं साथ अबे, में। सही में അന്വേഷണമൊക്കെ കഴിഞ്ഞ് താല്പര്യം ഉണ്ടെങ്കിലേ താല്പര്യമുണ്ടെങ്കിൽ അല്ല എനിക്ക് താല്പര്യം പറയായിരുന്നു. और ये सॉन्ग भी एक ब्रीज है। और चेची खुश, चलो मेरा काम फिनिश। पता है ऐसे बच्चों की तरह से वो जब दुकानें होती थी ना वहाँ जाके बैठ के खाना पीना मजा आता था। പൊന്നിയേട്ടാ ഇങ്ങനെയൊക്കെ പറയാം, ഒന്നുമില്ലെങ്കിലും സ്വന്തം അനിയനല്ലേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യം നിനക്കറിയോ? रॉकेट മോളെ നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ അനൂപിന്റെ അമ്മ. ഇതെന്റെ കൂട്ടുകാരി എന്റെ അമ്മ. നമസ്കാരം ആന്റി. रिश्ता मांगने आए ये लोग। हाँ करने दो बात। ശരി. बहुत अच्छी जर्नलिस्ट है यार। बहुत ही सुंदर तरीके से गाना फिल्माया गया था क्योंकि जैसे वो सबका दिखाया गया कि सबके अंदर मतलब घरों में अब खुशियाँ आनी शुरू हो गई हैं। चाहे वो टोविनो थॉमस का कैरेक्टर हो, चाहे वो दूसरा कैरेक्टर हो, सब कहीं ना कहीं ग्रो कर रही है। इवन वो जो फैमिली जिसको रिजेक्ट भी किया वो लड़की ने, पर उनकी जो बहू थी ना उसने बहुत अच्छे से बताया कि भाई वो इतना खुश है यहाँ पे जैसे वो रह रही है। ठीक है स्ट्रगल्स है लाइफ में, बट लाइक वो बता रही कि वहाँ पे बाकी जगह भी होते ही हैं, तो वो इसलिए वो मैनेजेबल है और वो अपनी लाइफ से काफ़ी ज़्यादा खुश है। तो इतना अच्छा लग रहा है ना अभी तक ये मूवी देख के। पर ये है कि धीरे धीरे ना एक डेंजर भी साथ में हो रहा है। वो फ्लड्स आ रहे हैं और लाइक लोगों के पैरों तक थोड़ा थोड़ा पानी आ रहा है और बरसात चलती ही जा रही है। सच में यार, पर मुझे ना वो लड़की की फैमिली भी बहुत ही बढ़िया लगी क्योंकि उन्होंने बिल्कुल डिसरिस्पेक्टिंग टोन में बात नहीं की। बहुत ही सीधे और सिंपल तरीके से बात की कि आप अच्छे से अपना वो सेटल हो जाओ, फिर देखते हैं क्या होता है। और उनकी जो स्पीच थी उनकी भाभी की यार कमाल की, लाइक शी वाज सो ग्रेटफुल और वो बहुत ही हैप्पी थी और सारे मर्दों को उन्होंने रेडी किया और खाना खिलाया। वही तो अभी देखना होगा आगे क्या होता है। क्या वो जो डैम वाला दिखाया गया था कि डैम खोलने वाला है उसका वापस सब जाते हैं कि नहीं। तो आप लोगों को कैसा लगा कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और सब्सक्राइब करिए। बाय।